മൂന്നാറിലേക്ക് എവിടെയൊക്കെ പോകണം, ഇനി വേറെ ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഇതിൽ മുൻപേ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുന്ന സമയത്തായിരിക്കും അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവുക. എന്തായാലും ഇതിപ്പോൾ നമ്മളിപ്പോൾ ഉള്ള സ്ഥലം ചുനയക്കൽ വാട്ടർഫോൾസ് എന്നുള്ള സ്ഥലമാണ്. ഈ ചുനയക്കൽ വാട്ടർഫോൾസ് വരുന്നത് വള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലാണ്. ഇതിൻ്റെ ഒരു ഭാഗത്ത് കൃഷിയും നല്ല നേന്ത്രവാഴ കൃഷിയാണുള്ളത്, ഒരു ഭാഗത്ത് വാട്ടർഫോളും. അസാധ്യ ഭംഗി എന്നെല്ലാം പറയുകയെന്ന് വെച്ചാൽ അസാധ്യ ഭംഗിയാണ്. കാരണം ഗ്രാമത്തിൻ്റെതായ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് പോലെ തന്നെ ഗ്രാമത്തിൻ്റെതായ ഒരു ഭാഗം മുഴുവനായിട്ടും കൃഷിയിടങ്ങളും മറുഭാഗത്ത് ഈ വാട്ടർഫോളുമാണ് ഉള്ളത്. ഇവിടെ നിറയെ സഞ്ചാരികൾ വരുന്നുണ്ട്. അത് തലേ ദിവസം നല്ല മഴയായിരുന്നു മൂന്നാറിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു ഭൂപ്രദേശം മുഴുവൻ നന്നായിട്ട് വെള്ളം കിട്ടിയത് കൊണ്ട് ഈ വെള്ളച്ചാട്ടത്തിനും ചാട്ടത്തിൻ്റെതായ ഒരു ശക്തിയും ഒരു സവിശേഷതയൊക്കെ ഇതിനകത്ത് കാണാനുണ്ട്. ആ ചാട്ടത്തിന് ഒരു പ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യം മുഴുവനായിട്ടും ഉൾക്കൊണ്ട് തന്നെയാണ് നമുക്കത് കാണാൻ പറ്റിയിട്ടുള്ളത്. മുന്നാറിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് മനസ്സിൽ ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് എന്താണ് ഇവിടെ കാണാനുള്ളത്. വർഷങ്ങൾക്ക് മുൻപേ മുന്നാർ പോയി തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം എത്രയോ തവണ മുന്നാർ പോയി കണ്ടു കഴിഞ്ഞു. ഇനി എന്താണ് പുതുതായിട്ട് കാണാനുള്ളതായിരുന്നു. അത് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അവിടെ ഇനിയും സ്ഥലങ്ങൾ നമുക്ക് ഇനിയും കാണാൻ ബാക്കിയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും ഉണ്ട് എന്നുള്ളത്. ഇതറിഞ്ഞതോടെ നമ്മുടെ സഞ്ചാരം ഗ്രൂപ്പ് ഒന്ന് ഉണർന്നു. സഞ്ചാരം KL ലെവലിലെ ഡിസ്കഷൻ, പ്ലാനിങ്, ഡേറ്റ് ഫിക്സിംഗ്, വണ്ടി ബുക്ക് ചെയ്യൽ, അങ്ങനെ നമ്മൾ 16 പേരടങ്ങുന്ന KL11 സഞ്ചാരം ഗ്രൂപ്പ് മൂന്നാറിലേക്ക് യാത്ര തിരിച്ചു. വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം നമ്മൾ പോയ ടൈം എന്ന് പറയുന്നത്, നമ്മൾ പോയ ദിവസം മാർച്ച് 29-നായിരുന്നു. ഇനി ഈ ഒരു സമയത്ത് പോകുന്ന സമയത്ത് അവിടെ ഇത്രയും ശക്തമായിട്ടുള്ള വെള്ളച്ചാട്ടം ഉണ്ടാവുമോ എന്നറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, തലേ ദിവസത്തെ മഴ ആ ഒരു ഗ്രാമാന്തരീക്ഷത്തിലുള്ള ചുനയക്കൽ വാട്ടർഫാൾസിൻ്റെ ആ ഒരു അന്തരീക്ഷം തന്നെ മാറ്റിമറിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും നല്ലൊരു കാഴ്ചയിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് തവണ മൂന്നാറിൽ പോയെങ്കിലും ഈ മൂന്നാർ എന്നുള്ള പേര് വന്നത് എങ്ങനെയെന്ന് ഇതുവരേക്കും നോക്കിയിട്ടുണ്ടായില്ല. ഈ ഒരു യാത്രാ മധ്യയാണ് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മൂന്നാർ എന്നുള്ളത്. നമ്മുടെ സുരേഷ് എന്നിട്ടുള്ള നമ്മുടെ ഈ ഒരു ഓറഞ്ച് ഷർട്ടിട്ട അദ്ദേഹമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ മൂന്നാർ എന്ന് പറയുന്നത് മുതിരപ്പുഴ, നല്ല തണ്ണീർ, കുട്ടള, ഈ 3 റിവർ കൂടി ചേർന്നിട്ടുള്ളതാ. അങ്ങനെയാണ് ഈ 3 റിവർ ചേർന്നതുകൊണ്ടാണ് ഈ മൂന്നാർ
മൂന്നാർ എന്നുള്ള ആ ഒരു ഗ്രാമീണമായിട്ടുള്ള തമിഴിലുള്ള ആ തമിഴ് ചോയും കൂടി തമിഴിൻ്റെ ആ ഒരു ഇതും കൂടി ചേർന്നിട്ടുള്ള ഒരു പേര് ഈ മൂന്നാർ എന്ന് വന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇപ്പോഴാണ് അറിയുന്നത് അത് മൂന്നാർ എന്നുള്ള പേര് വരാനുള്ള കാരണം അങ്ങനെയാണ് പേര് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ യാത്ര ഇത്രയും അധികം യാത്ര മൂന്നാറിൽ ചെയ്തിട്ടും ഇതെന്ത് എങ്ങനെയാണ് ഈ പേര് വന്നതെന്ന് ഞാൻ ഒരിക്കലും ഇതുവരെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രോൺ ക്യാമറയിൽ നമുക്ക് നല്ലൊരു വീഡിയോ എടുത്തു തരാന്നുള്ള ആ ഒരു ഡ്രോൺ ചേട്ടന്മാരുടെ ആ ഒരു ആത്മവിശ്വാസത്തിൽ ഒരു 500 രൂപയും കൊടുത്ത് നമ്മളൊരു ഡ്രോൺ വീഡിയോ പിടിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചേട്ടന്മാരുടെ ഇൻസ്ട്രക്ഷൻ ആയി കൊടുക്കണം, നിങ്ങൾ കിസ് കൊടുക്കണം, ക്യാമറ നോക്കിയിട്ട് ഡ്രോൺ പറന്നു വരുന്ന സമയത്ത് അങ്ങനെ ഡ്രോണിൻ്റെ മൂളിപ്പാട്ടും കേട്ടുകൊണ്ട് നമ്മളൊരു വീഡിയോ എടുത്തു. അതിൻ്റെ വീഡിയോ ആണ് നെക്സ്റ്റ് പോർഷനിലുള്ളത്. അങ്ങനെ ഡ്രോണിനോട് ഹായും ബൈയും ഒക്കെ പറഞ്ഞു. ചുനമക്കലിനോട് ബൈ പറഞ്ഞു. ഇനിയും കാണാം എന്ന് പറഞ്ഞ് നമ്മളുടെ ഗ്രൂപ്പ് നേരെ തൂക്കുപാലം കാണാൻ പോയി. പൊന്മുടിയിലുള്ള തൂക്കുപാലം. ഈ തൂക്കുപാലത്തിലൂടെയാണ് ഡാം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടുപോയത് എന്നാണ് പറയുന്നത്. പാറകളിലൊക്കെ വെള്ളമൊഴുകി പാറയുടെ ഹൃദയമൊക്കെ തുറന്നിരിക്കുകയാണ്. ഈ വെള്ളത്തിന്റെ ശക്തി കൊണ്ട് നല്ലൊരു കുഴിയും പാറകളിലൊക്കെ നല്ല കുഴികളൊക്കെ ആയിരിക്കുകയാണ്, നല്ല ഗർത്തങ്ങളായിരിക്കുകയാണ് ഈ പാറകളൊക്കെ.
തൂക്കുപാലത്തിന്റെ നയനമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് പൊന്മുടി ഡാമിലേക്കായിരുന്നു, ഡാം സൈഡിലേക്കായിരുന്നു. പൊന്മുടി ഡാം സൈഡിൽ നിന്ന് അവിടെ ബോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് നേരെ വിട്ടുപിടിച്ചു കൗണ്ടറിലേക്ക് ടിക്കറ്റ് എടുക്കാൻ. ടിക്കറ്റ് എടുക്കാൻ പോയ സമയത്താണ് അറിയുന്നത് അവിടെ പെഡൽ ബോട്ടാണെന്നും സ്വന്തമായിട്ട് പെഡൽ ബോട്ട് ചവിട്ടി പോകണമെന്നും. ഇത് കണ്ടതോടെ ആവേശം, നമ്മുടെ എല്ലാവരുടെയും ആവേശം വെള്ളത്തിലേക്ക് പോയി. ചുമ്മാ കാഴ്ചകൾ കണ്ട്, അധ്വാനിക്കാതെ കാഴ്ചകൾ കണ്ട് മടങ്ങാന്നുള്ള ആ ഒരു തീരുമാനത്തിലെത്തി. ആവേശം ബാക്കിയുള്ള മറ്റു യാത്രക്കാര് നല്ല അധ്വാനത്തോടെ തന്നെ പെഡൽ ബോട്ട് ചവിട്ടി അത് ആസ്വദിച്ചുകൊണ്ട് തന്നെ അതിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. നാടുകാണി വ്യൂ പോയിന്റിലേക്കാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ഈ നാടുകാണി വ്യൂ പോയിന്റ് മുഴുവൻ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇത് മാലിന്യം എന്ന് വരുന്നത് അത് അവിടെയുള്ള ചപ്പുചവറുകളല്ല. ഞാൻ ആ വീഡിയോ എടുത്തിട്ടില്ല, കാരണം നമ്മുടെ ഈ വീഡിയോ പലരും, ഈ ഒരു വീഡിയോ കുറച്ചു പേരാണെങ്കിലും വളരെ കുറച്ച് പേരാണെങ്കിലും കാണുന്നതിൽ പലരും ആ ഒരു മാനസികാവസ്ഥ, ഇത്രയും നല്ലൊരു സ്ഥലത്തിന് ഇത്രയും വൃത്തികേടാക്കുന്ന ആ ഒരു മാനസികാവസ്ഥയെ ആരും പ്രോത്സാഹിപ്പിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിനെ ഒരു മോശമായിട്ട് കാണണ്ട എന്നുള്ള എന്നുള്ള ആ ഒരു ചിന്തയുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗം മാക്സിമം കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. ഒരു നല്ല യാത്രക്കാരന്റെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ആ യാത്ര ആസ്വദിക്കുക മാത്രമല്ല, ആ യാത്ര ആസ്വദിക്കാൻ ഇടയായ സാഹചര്യം അതുപോലെ നിലനിർത്തുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി നല്ലൊരു യാത്രക്കാരുണ്ട്. ഇത്രയും പ്രകൃതി മനോഹരമായ ഈ ഒരു ഭൂമിനെ എന്തിനു വേണ്ടി നമ്മളായിട്ട് അവിടെ പോയിട്ട് നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മളത് ആസ്വദിക്കാൻ പോവുകയാണെങ്കിൽ അത് ആസ്വദിക്കണം, അതിനെ നശിപ്പിക്കാൻ വേണ്ടിയല്ലോ നമ്മൾ പോകുന്നത്. അടുത്ത ലൊക്കേഷൻ നമ്മുടെ ചോക്ലേറ്റ് ഫാക്ടറി ആയിരുന്നു.
ചോക്ലേറ്റ് നിർമ്മാണം നടക്കുന്ന ആ ഒരു ഫാക്ടറിയിലേക്ക് ലൈവായിട്ട് കാണാമെന്നുള്ള ആ ഒരു ആഗ്രഹത്തോടെ പോയതായിരുന്നു. അവിടെ എത്തിയതും കുറച്ച് കഴിഞ്ഞതോടെ തന്നെ പവർ ഫെയിലർ വന്നു. പിന്നെ ആ വളരെ കുറച്ച് സമയമായിരുന്നു അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതും നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആയി എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും നമ്മൾ കുറച്ച് ആൾക്കാർ അവിടെ അത് കണ്ടു, ലൈവായിട്ട് കണ്ടു. ബാക്കിയുള്ള പർച്ചേസ് സെക്ഷനിലേക്ക് പോയി. ഈ ഒരു ഭാഗത്തിന് ഞാനൊരു വോയിസ് ഓവറോ അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ കൊടുക്കുന്നില്ല. അതിൻ്റെ ഒറിജിനലായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ആ ഒരു വോയിസ് തന്നെയാണ് ഈ വീഡിയോയിൽ ഈ ഒരു പാട്ടിന് ഏറ്റവും നല്ലതെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അത് നിങ്ങളെ കേൾപ്പിക്കാൻ നിൽക്കാം. ഓക്കെ, വെള്ളം ഒഴുകുന്ന ഈ കളകളാരവം നിങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങളും അത് റിഫ്രഷ് ആയിരിക്കും എന്നുള്ള ഒരു തോന്നലിൽ എനിക്കും വന്നു. അടുത്ത ലൊക്കേഷനിലേക്ക് റെജി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാരഥി റെജി പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ലൊക്കേഷനിലേക്ക്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ആനക്കുളത്തിന്റെ ഒരു വീഡിയോ മുൻപേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ യൂട്യൂബ് ലിങ്കും ഏറ്റവും ലാസ്റ്റിലുള്ള ഈ എൻഡ് സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതുകൂടി ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാലേ ഈ ആനക്കുളത്ത് അന്നുണ്ടായ എന്തായിരുന്നു അന്ന് സംഭവിച്ചത് എന്നുള്ളതിന്റെ ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇതിനു മുൻപ് ഇട്ടിട്ടുണ്ട്. ഇതേ ചാനലിൽ തന്നെ ഇതിനു മുൻപ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് കാണുക. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തായിരുന്നു അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്.